പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് സെക്കൻഡ് കമ്മിങ് അലേറ്റ്സ്. ഞാൻ ആൽബിൻ യോഹന്നാൻ. ക്രിസ്തീയ ജീവിതം എന്നത് കേവലം ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട വ്യക്തിപരമായി നാം ദൈവവുമായി അടുപ്പത്തിലാണോ എന്ന് ചിന്തിക്കണം. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ട്, കുടുംബ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാറുണ്ട്. എങ്കിലും നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം അതിൽ പങ്കുകൊള്ളുക എന്നതാണ്. അതുകൂടാതെ വ്യക്തിപരമായി നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ മുതിർന്നവരുമായിട്ട് സംസാരിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ലേ? അതേപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വ്യക്തിപരമായി നമുക്ക് ദൈവവുമായി ബന്ധം വേണം, വ്യക്തിപരമായ പ്രാർത്ഥന വേണം. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. വ്യക്തിപരമായി എന്തായാലും പ്രാർത്ഥിക്കാതിരിക്കരുത്. അതൊരു നഷ്ടം തന്നെയാണ്. ദൈവത്തിന് നമ്മോട് പറയേണ്ട കാര്യങ്ങൾ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന നാം മുടക്കരുത്. രണ്ടാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥ പാരായണമാണ്. ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ ഈ വ്യക്തിപരമായ പ്രാർത്ഥനകളുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥ പാരായണവും നടക്കും. വിശുദ്ധ ഗ്രന്ഥ പാരായണം നമ്മെ അതിനെ സഹായിക്കും. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും വായിക്കാത്ത ദിവസം ഉണ്ടായിരിക്കരുത്. അടുത്ത മൂന്നാമതായിട്ട് കൂട്ടായ്മയിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ്. ദൈവത്തോട് എപ്പോഴും നമ്മുടെ അപേക്ഷകൾ, മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെയിരിക്കും? അതേസമയം നമുക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കാനുണ്ടെങ്കിലോ? അപ്പോൾ കൂട്ടായ്മ അനുഭവത്തിൻ്റെ പ്രാധാന്യം അതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കൂട്ടായിട്ടിരുന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അവിടെ ദൈവം ഉണ്ടായിരിക്കും. വചനത്തിലൂടെ ഈശോ അത് മനസ്സിലാക്കി തരുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ കൂട്ടായ്മയുടെ പ്രാധാന്യം അതാണ്. കുറച്ച് പേര് ഒരുമിച്ചിരുന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നതിലൂടെ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതിലൂടെ പല കെട്ടുകളും അഴിയപ്പെടുന്നു. പല ബന്ധനത്തിൻ്റെയും കെട്ടുകൾ അഴിയപ്പെടും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം ലഭിക്കും എന്നുള്ളതാണ്. കൂട്ടായ്മ അനുഭവം നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇന്ന് മുതൽ എവിടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കുടുംബമായി ഒന്നിച്ചിരുന്നെങ്കിലും കുറേ നേരം ദൈവത്തെ ആരാധിക്കണം. സഹോദരങ്ങളോ കൂട്ടുകാരെയൊക്കെ ഒന്നിച്ചിരുത്തി വീടുകളിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. നാലാമതായിട്ട് അനുരഞ്ജനമാണ്. ക്ഷമിക്കുക. തീവ്രവാദികളോട് പോലും ക്ഷമിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പിന്നെ ഒരു വിദ്വേഷവും അവരോട് പാടില്ല. നമ്മൾ ക്ഷമ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വിദ്വേഷം നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വെച്ച് നിരന്തരം നമ്മെ ചതിക്കുന്നവരെ ക്ഷമിച്ച് വീണ്ടും വീട്ടിൽ കയറ്റുന്ന കാര്യമല്ല പറഞ്ഞത്. അവർക്ക് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ മാനസാന്തരത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. തുടർന്ന് സഹകരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരെ സ്നേഹത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സായിരിക്കണം നമ്മളുടേത്. സഭയെ പീഡിപ്പിക്കാൻ മുന്നിട്ട് നിന്ന വ്യക്തിയായിരുന്നു സാവൂൾ. അദ്ദേഹം അവസാനം യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായ വ്യക്തിയാണ്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയും ഈശോയെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിക്കുക, പരിപൂർണമായി ക്ഷമിക്കുക. സിസ്റ്റർ റാണി മരിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കൊലയാളിക്ക് റാണി മരിയുടെ അമ്മ മാപ്പ് കൊടുത്തതുപോലെ, മാപ്പ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഒരാത്മാവിനെ കൂടി അവർ നേടി. ആ കൊലയാളിക്കുണ്ടായ മാനസാന്തരമാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം അവിടെ വെച്ച് ചിന്തിച്ചാണ്. ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ഒരു മോള് പോയെങ്കിൽ എന്താ, ഒരു മകനെ കിട്ടിയില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതും ഈ ലോകത്തിലെ ജീവിതമല്ല വലുത്, സ്വർഗരാജ്യത്തിലെ യേശുവിനോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരാത്മാവിനെ കൂടി നേടാൻ പറ്റും. അങ്ങനെ ആ കൊലയാളിക്കുണ്ടായ മാനസാന്തരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം ജയിലിൽ നിന്നിറങ്ങി റാണി മരിയയുടെ കല്ലറയിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞത് അന്നത്തെ പത്രത്തിലേക്ക് ന്യൂസായിരുന്നു.
അപ്പോൾ ഇതേ കണക്ക് നിരവധി സംഭവങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് മാനസാന്തരവും അനുരഞ്ജനവും ഒക്കെയാണ്. അടുത്തത് കാരുണ്യപ്രവൃത്തികളാണ്. നമുക്ക് കിട്ടുന്ന സമ്പത്ത് നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, അതൊരു സ്വാർത്ഥതയാണ്. നമ്മുടെ പണം, നമ്മൾ മാത്രം കഷ്ടപ്പെടുന്ന പണം നമുക്ക് മാത്രമുള്ളതാണെന്നുള്ള ചിന്ത അതൊരു സ്വാർത്ഥതയാണ്. അത് ചെകുത്താനിൽ വരുന്നതാണ് ചിന്തയാണ്. അത് പാവപ്പെട്ടവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്, ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അപ്പോൾ അത് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ദൈവം അതിനേക്കാളും നമ്മളെ അനുഗ്രഹിക്കും. അത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹത്തോടെ, യേശുവിനെ പ്രതി ഒരു സ്നേഹത്തോടെ ചെയ്യുന്നതായിരിക്കണം. അടുത്ത 6ാമത്തെ കാര്യം, സുവിശേഷത്തിന് സാക്ഷിയായി ജീവിക്കുക. നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സഹനങ്ങളുണ്ട്, വിട്ടുകൊടുക്കലുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അങ്ങനെയൊക്കെ ദൈവരാജ്യത്തിന് സാക്ഷികളായിട്ട് ജീവിക്കണം. നമ്മളൊരു മാതൃകയായിട്ട് ജീവിക്കണം. നമ്മളെ കാണുന്ന ആളുകൾ പറയണം, അതൊരു ക്രിസ്ത്യാനിയാണ്, അവൻ ഈശോയെ പ്രതിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയണം. ഈ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിൽ ഒരു മടിയും വിചാരിക്കരുത്. അത് യേശുവിന് വേണ്ടി നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ജീവിതം കൊണ്ട് ക്രിസ്തു സാക്ഷികളായി ജീവിക്കുക. അങ്ങനെ അവസാനമായി നമ്മളിൽ ഉണ്ടാവേണ്ടത് മാനസാന്തരമാണ്. മാനസാന്തരം എന്ന് പറയുമ്പോൾ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന നമ്മുടെ തെറ്റുകളെ ഓർത്ത് അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും വേണം. മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, ഈ തെറ്റുകളെ ഓർത്ത് പശ്ചാത്താപം ഉണ്ടായി നമ്മൾ കുമ്പസാരിക്കുകയും തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ മാനസാന്തരമുണ്ടെങ്കിൽ നാം എപ്പോഴും പ്രസാദപര അവസ്ഥയിലായിരിക്കും. ഇങ്ങനെ അവസരത്തിൽ നമുക്ക് മരണങ്ങൾ സംഭവിച്ചാൽ നമുക്ക് അധിക നാൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരത്തില്ല. അപ്പോൾ മാനസാന്തരം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങി കുമ്പസാരിച്ച് ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്രിസ്ത്യാനി ചിന്തിക്കേണ്ടുന്ന 7 മേഖലകൾ. ഈ 7 കാര്യങ്ങളിലൂടെ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ പറ്റും.